എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. നിർബന്ധിച്ചാണെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. അപ്പോ ഉദ്ദേശം എന്റെ മോളെ അവസാനിപ്പിക്കില്ല. മാം പറഞ്ഞ റിസോർട്ട് ഇത് തന്നെയല്ലേ? ഹലോ. ആ മോളിക്കുട്ടി, ഞാൻ മോളിക്കുട്ടി പറഞ്ഞ റിസോർട്ടിന്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഗാതമോൾ ഏത് റൂമിലാ? ആ റൂം നമ്പർ 105. ഞാനും ഗാഥയും ഈ മുറിയിലാ. ഓക്കെ. ആ പിന്നെ മാഡം, അനിയൻ സാറ് തൊട്ടടുത്ത മുറിയിലുണ്ട്. ഗാതമോൾ എന്ത് ചെയ്യാ? ഗാഥയ്ക്കിന്ന് കുറെ നേരമായിട്ട് നല്ല ക്ഷീണമായിരുന്നു. കളരിക്കല്ലേ വ്രതം എടുത്തതിന്റെ ക്ഷീണം. വന്ന ഉടനെ കയറി കിടന്നു. നല്ല ഉറക്കോ. ആ ശരി, മോളിക്കുട്ടി ഫോൺ വെച്ചോ. മാഡം ഫോൺ വെച്ചോളൂ. മോള് നല്ല ഉറക്കാന്ന്. അവക്ക് വിശപ്പും ക്ഷീണവും കാണും. എന്ത് ചെയ്യാനാ മാമിന്റെ പ്ലാൻ? ആദ്യം അവളെ കുറച്ച് ഭക്ഷണം കഴിപ്പിക്കണം. ആ പാലും സ്നാക്സും ഒക്കെ എടുത്തു വെച്ച് നന്നായി. ഭക്ഷണം കഴിപ്പിച്ചിട്ട് മോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. പകരം കൃഷ്ണ ഇവിടെ എത്തിക്കുകയും വേണം. അതെങ്ങനെയാ മാം? മോളിക്കുട്ടി സിൻസിയറായിട്ട് കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അവളോടും കൂടെ ആലോചിക്കാം. എന്തായാലും നമുക്ക് മോളെ കാണാം. കഥ ഈ മാണിക്കുഞ്ഞുണ്ടല്ലോ, എന്തു പറഞ്ഞാലും അയാൾക്കൊരു കളിയാക്കല. ഇന്ന് നമ്മള് എന്റെ ബെഡ്റൂമിൽ ഉറങ്ങുന്നെന്ന് പറഞ്ഞപ്പോ അതും പറഞ്ഞ അയാൾ എന്നെ കളിയാക്കുമായിരുന്നു. നമ്മളിന്ന് അവിടെ ഉറങ്ങുന്നത് ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കും. നഷ്ടപ്പെട്ട കുറെ ദിവസങ്ങളുണ്ട്. ഇനി അങ്ങനെ പാടില്ല. താൻ വന്നാ മതി. ഞാനിപ്പോ എന്താ ചെയ്യാ? സിനി, ആ പാലും സ്നാക്സും എടുത്തേ. അതിൽ ഞാൻ കുറച്ച് ബദാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ബോക്സ് കൂടി ഇങ്ങനെ എടുക്ക. ഞാനിതെടുക്കാം. നീ ഫ്ലാസ്ക് ഒന്ന് തുറക്കാം. സിത്താര എന്താ ഇവിടെ? കൃഷ്ണ എനിക്ക് ശാന്തിയിൽ ജനിച്ച കുട്ടിയാണെന്നാണല്ലോ അവളുടെ ധാരണ. ഒരുപക്ഷെ മോളെ പിന്തുടർന്ന് വന്നായിരിക്കുമോ? ഇനി ഒന്ന് ഷേക്ക് ചെയ്തേ. ഇതകത്തേക്ക് വെച്ചോ. വന്നേ വന്നേ. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. നിർബന്ധിച്ചാണെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. അപ്പോ ഉദ്ദേശം എന്റെ മോളെ അവസാനിപ്പിക്കില്ല. ഇങ്ങോട്ട് ഓടി. എന്റെ മകൾ ഉറങ്ങുന്ന മുറിക്ക് മുന്നിൽ നിനക്കെന്താ കാര്യം? എന്താ നിങ്ങൾ രണ്ടോടെ ഇതിനകത്ത് ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നത്? എന്റെ മോളെ കൊല്ലല്ലേ നീ വന്നേ? ഞാൻ കൊല്ലാൻ ശ്രമിച്ചാൽ എന്താ തെറ്റ്? എനിക്ക് ജനിച്ച കുഞ്ഞിനെ കൊന്നവനല്ലേ നിങ്ങള്? എന്താ? നീ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നോ? എടി,
അന്ന് നീ പ്രസവിച്ച കുഞ്ഞാ ആ മുറി കിടന്നുറങ്ങുന്ന കൃഷ്ണ. ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അത് പറയാനായിട്ടാണല്ലോ ശാന്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് അയച്ചത്. ഇതിനുള്ള മറുപടി ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നാണം കെട്ടവളുടെ അടുത്ത്. നാണം കെട്ടണമെന്ന് വിളിക്കേണ്ടത് ശാന്തിയല്ല. ഞാൻ ജയിലിലേക്ക് പോയ തക്ക നോക്കി മറ്റൊരു പുരുഷനെ സ്വീകരിച്ച് അയാളിൽ നിന്ന് ഗർഭം ധരിച്ച് നിന്നെ തന്നെ. അതെ, ഞാൻ വേറെ വിവാഹം കഴിച്ചു, വേറെ പ്രസവിക്കുകയും ചെയ്തു. അത് നിങ്ങൾ എന്നോട് ചെയ്ത ചതിക്കുള്ള പകരം വീട്ടില. സിതാരയുടെ പക എന്താന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ല മിസ്റ്റർ ശ്രീനിവാസ്. എന്റെ മകളെ സംരക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാലേ ഇനി നീയല്ല, നീ ചുമതലപ്പെടുത്തുന്ന ഏതൊരുത്തനും അവളെ തൊടില്ല. അതിന്റെ തെളിവാ നീ ഇപ്പൊ അവളെ അവസാനിപ്പിക്കാൻ എത്തിയത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത്. അതെടോ, കൊല്ലാൻ തീരുമാനിച്ച ആ സിത്താര കൊന്നിരിക്കും. അതിപ്പോ തന്റെ മകളെ ആയാലും അവളെ പ്രസവിച്ച ശാന്തിയായാലും ഇനി തന്നെ ആയാലും. എടീ, മാം മാം ഒന്നിങ്ങ് വന്നേ, പറയട്ടെ. ഇങ്ങ് വരൂ പ്ലീസ്. വിട്. എന്താ എന്താന്ന്? മാം, ഗാഥ മാഡം ഇങ്ങോട്ട് ഇറങ്ങി വന്ന ശ്രീനിവാസ് സാറിന്റെ മകളാണെന്ന് ഗാഥ മാഡം അറിയില്ലേ? ഇപ്പൊ തൽക്കാലം നമുക്ക് സംസാരം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങാം മാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നിക്കടി അവിടെ. ഇങ്ങനൊരു പാതിരാത്രിയുടെ മറവിൽ എന്നെ മകളെ തേടി വന്ന നീ എന്തിനും മടിക്കാത്തവളാണെന്ന് എനിക്കറിയാം. സിതാര ശ്രീനിവാസൻ എന്ന പേര് കേട്ട് നടുങ്ങുന്നവരുടെ കൂട്ടത്തിലെ ശ്രീനിവാസനെ നീ ഉൾപ്പെടുത്തണ്ട. എന്റെ മകൾക്ക് നേരെ ഇനി ഒരു നീക്കം ഉണ്ടായാൽ എന്റെ പേരിൽ ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടല്ലോ, നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്, ഞാൻ വരും നിന്റെ കൺമുമ്പിലിട്ട് അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ. എന്നെ തെറ്റിദ്ധരിച്ച് മറ്റൊരുത്തന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ നീ, ആ കുഞ്ഞിനെ നിന്നെയും കൊല്ലാൻ. വാ. മോളെ, അമ്മേ, എന്താ മോളെ, എന്താ നിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ഞാൻ ആകെ പെട്ട് നിൽക്കാം അമ്മേ. എന്തു പറ്റി? അച്ഛനെവിടെ? അല്ല, ഇത്ര നേരമായിട്ട് നിങ്ങളെന്താ തിരിച്ചെത്താത്തത്? ഞാൻ പറയാം. ഗാഥ അച്ഛൻ്റെ മോളിക്കുട്ടിയുടെ ഒപ്പ ഞാനിവിടെ. ഈശ്വര,